السلام عليكم ورحمة الله. بسم الله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها وهم فيها خالدون. وبشر الذين آمنوا. സത്യവിശ്വാസികൾക്ക് നബിയെ തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കും എന്ത് സത്യവാർത്ത? അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന തോട്ടങ്ങളുണ്ട് അവർക്ക് എന്ന് സന്തോഷവാർത്ത അറിയിക്കുക. ഈ വാവ് എന്താണെന്നാ? ആത്തഫിൻ്റെ വാവാണ്. അപ്പോൾ എങ്ങോട്ടാണ് ആത്തഫ്? ഇൻകുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിന എന്ന ജുംലമക്കാണ് ആത്തഫ്. അപ്പോൾ ഒരു ചോദ്യം, ബഷീർ എന്നുള്ളത് അമ്രല്ലേ? അമ്രിനെ ആത്തഫ് ചെയ്യൽ അമ്രുമക്കാണ്, നെഹിയിനെ നെഹിയുമക്ക, അങ്ങനെയൊക്കെ അല്ലേ? അമ്രിനെ നെഹിയുമക്കോ അമ്രിലേക്കൊക്കെയാണല്ലോ ആത്തഫ് ചെയ്യുക, അല്ലാതെ മറ്റേ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചാൽ, നേരത്തെ ഇൻകുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ എന്ന ഒരു മൊത്തത്തിലുള്ളൊരു ആശയം ഉണ്ടല്ലോ. എന്താണ് ആശയം? നിങ്ങൾ കാഫിറാകരുത്, നിങ്ങൾ വിശ്വസിക്കണം അല്ലേ? അപ്പോൾ നബിയെ നിങ്ങൾ വിശ്വസിക്കുവീൻ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ബശിരില്ലദീന ആമനൂ, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുവീൻ. അപ്പോൾ മൊത്തത്തിൽ ആ ജുംലമക്കാണ് അത്തഫ്, അല്ലാതെ ഇൻകുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ പോലെയുള്ള ആ പദത്തിലേക്കല്ല അത്തഫ്, മൊത്തത്തിൽ ആശയത്തിലേക്കാണ്. അത്തഫുൻ അലൽ ജുംലത്തി സാബിഖ, നേരത്തെ പറഞ്ഞ ഇൻകുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ എന്നുള്ള ആ ജുംല ഉണ്ടല്ലോ, വലിയ ജുംല, അതിൻ്റെ ആശയത്തിലേക്ക് ബന്ധിച്ചതാണ്. അൽ മഖ്സൂദു, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം? ഇവിടെ ബശിരില്ലദീന ആമനൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം, അതിന് ശേഷം അത്ഫു ഹാലിമൻ ആമന ബിൽ ഖുർആനി വസ്വി സവാബിഹി, ഖുർആൻ കൊണ്ട് വിശ്വസിച്ചവരുടെ അവസ്ഥ, അതിന് അള്ളാഹു കൊടുക്കുന്ന സവാബിൻ്റെ വിശേഷണം, ഈ അവസ്ഥയെയും അതിൻ്റെ സവാബിൻ്റെ വിശേഷണത്തെയും അത്ഫിയാണ്. എന്തിൻ്റെ മേൽ? അലാ ഹാലിമൻ കഫറ ബിഹി വകൈഫിയത്തി ഇഖാബിഹി, കാഫറായ ആളുകളുടെ അവസ്ഥയുടെ മേലും അവരുടെ ശിക്ഷൻ്റെ രീതിയുടെ മേലും അത്ഫിയാണ്. അങ്ങനെയാണല്ലോ അള്ളാഹു തആലാൻ്റെ രീതി. ഒരു സന്തോഷം, ഒരു ദുഃഖം, ഒരു ബിശാറത്ത് അല്ലേ, ഒരു ഇൻദാർ. അതെ, അലാ മാ ജറത് ബിഹിൽ ആദത്തുൽ ഇലാഹിയ. എന്താണ് ആദത്തുൽ ഇലാഹിയ? ഖുർആനിൽ മിൻ അൻ യുശഫഅ തർഗീബ് വതർഹീബ്, തർഗീബ് പറയുമ്പോൾ തർഹീബ് കൂട്ടി പറയാം. തൻശീതൻ ലിക്തിസാബി മാ യുൻജി, എന്തിന്? മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യം പ്രവർത്തിക്കുന്നതിന് ഉന്മേഷം കൊള്ളിക്കാനും, തസ്ബീതൻ അൻ ഇഖ്തിറാഫി മാ യുർദി, മനുഷ്യനെ നാശത്തിലാക്കുന്ന പ്രവൃത്തികളെ തൊട്ട് മനുഷ്യനെ പിന്തിരിപ്പിക്കാനും. അപ്പോൾ ഈ ഒരു അവസ്ഥയെ മൊത്തം അവസ്ഥയുടെ മേൽ അത്വ ചെയ്തതാണ്, അല്ലാതെ എന്തല്ല. ലാ അത്വുൽ ഫീലി നഫ്സിഹി, ഈ ബഷീർ എന്ന ഫീലിന് അങ്ങോട്ട് അത്വ ചെയ്തതല്ല. ബശിരില്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി എന്ന് പറയുന്ന മൊത്തം ജുംലൻ്റെ ഒരു ഹാലുണ്ടല്ലോ, ആ ഹാലിനാണ് അത്വ ചെയ്തത്. അങ്ങനെ ഫീലിന് അത്വ ചെയ്യുകയാണെങ്കിൽ വേറെ പ്രശ്നമുണ്ട്. എന്താ? ഹത്താ യജിബു, അപ്പോൾ നിർബന്ധമായി തീരും. യുത്തുലബലഹു, അതിന് കണ്ടെത്തൽ. മാ ഇഷാക്കിലുഹു, ഈ ബഷീർ എന്നതിനോട് തുല്യമായത്. അതെന്താ? അമ്രോ നഹിയോ, നീ കളിക്കരുത്, പള്ളിയിലേക്ക് പോകണം, അല്ലെങ്കിൽ നീ ഇബാദത്ത് ചെയ്യണം, പള്ളിയിലേക്ക് പോകണം. ഇങ്ങനെ അമ്രിൻ്റെ മേൽ അത്ഫ് ചെയ്യുമ്പോൾ നഹീൻ്റെ മേൽ അത്ഫ് ചെയ്യും. അപ്പോൾ ബഷീരി എന്നുള്ള ഫീലിനാണ് അത്ഫ് ചെയ്യുന്നതെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ആത്തുഫ് അലൈഹി അമ്രോ നഹി ഉണ്ടാകണം. അത് ഇവിടെ ഇല്ലല്ലോ. അപ്പം മൊത്തത്തിലൊരവസ്ഥ, ഈ ജുംലയുടെ മൊത്തം മദ്മൂനിനെ
ഇതിനു മുമ്പ് പറഞ്ഞ ജുംലൻ്റെ മദ്മൂനിൻ്റെ മേൽ ബന്ധിപ്പിച്ചേക്കാണ്. അല്ലെങ്കിൽ ബഷീരില്ലദീനാമനു എന്നുള്ളത് മുകളിൽ പറഞ്ഞ മൊത്തം ജുംലയുടെ മേൽ അത്ഫല്ല. പിന്നെ ഔ അല ഫത്തഖു ഫത്തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസ് എന്ന ഫത്തഖു എന്നോട് അത്ഫാണ്. നരകം സൂക്ഷിച്ചോളൂ, അങ്ങനെ അത്ഫാക്ക് സൂക്ഷിച്ചോളൂ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്തയും അറിയിച്ചോളൂ എന്നാണല്ലോ. യന്നഹും ഇദാലം യഅ്തൂ ബിമാ യുആരിദു, പരിശുദ്ധ ഖുർആനിന് സമാനമാകുന്നത് അവർക്ക് കൊണ്ടുവരാതിരിക്കുമ്പോൾ, ബാദത്ത് തഹദ്ദി വെല്ലുവിളിച്ചതിന് ശേഷം കൊണ്ടുവരാതിരിക്കുമ്പോൾ, ലഹറ ഈജാസുഹു അയാളുടെ കഴിവുകേട് വ്യക്തമായി. വൈദാ ലഹറ ദാലിക, അപ്പോൾ അങ്ങനെ കഴിവുകേടും അശക്തതയും വ്യക്തമാകുമ്പോൾ, ഫമനിസ് കഫറ ബിഹി ഇസ്തഹഖൽ നിഖാബ്, അപ്പോൾ ആരെങ്കിലും കാഫറായാൽ അവന് ശിക്ഷക്ക് അർഹനാകും. ഫമൻ കഫറ ബിഹി ഇസ്തൗജബൽ ഇഖാബ്, അപ്പോൾ കാഫറായാൽ അവൻ ശിക്ഷക്ക് അർഹനാകും. ഒമൻ ആമന ബിഹി ഇസ്തഹഖ സവാബ്, വിശ്വസിച്ചവർ പ്രതിഫലത്തിനും അർഹരാകും. വദാലിക യസ്തദഇ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞത് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. എന്തിനാവശ്യപ്പെടുന്ന യുഹവ്വഫ ഹാവുലായി, വിശ്വസിക്കാത്ത ആളുകളെ ഭയപ്പെടുത്തുന്നതിനും, വൈബശ്ശറ ഹാവുലായി വിശ്വസിച്ച ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നതിനും തേടുന്നുണ്ടല്ലോ. അതാണ് ഇപ്പോൾ സംഭവം. ബഷീരില്ലദീനാമനു അത് ലാഹിറാണ്. പിന്നെ നബിയെ തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുമെന്ന് പറയാൻ കാരണം എന്താ? അള്ളാഹു തആലക്ക് നേർക്ക് ലഹും അല്ലദീനാമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹു എന്ന് പറഞ്ഞാൽ പോരെ. ബഷീരില്ലദീന നബിനെ ഏൽപ്പിച്ചത് എന്തിനാ? നബിനെയോ അല്ലെങ്കിൽ ആരെയാണ് ഏൽപ്പിച്ചത്? അത് നമുക്ക് പറയാം. വൈന്നമാ ഉമിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് കൽപ്പിക്കപ്പെട്ടു. നബി അല്ലെങ്കിൽ ആലിമു കുല്ലി അസ്രിൻ, ഓരോ കാലഘട്ടത്തിലുള്ള ആലിമുകളോടും കൽപ്പിക്കപ്പെട്ടു. കുല്ലു അഹദിൻ യഖ്ദിറു അലൽ ബിശാറ, അല്ലെങ്കിൽ സന്തോഷവാർത്ത അറിയിക്കാൻ കഴിയുന്ന ആരൊക്കെയുണ്ട് അവരോടൊക്കെ കൽപ്പിക്കപ്പെട്ടു. യുബശ്ശിറുഹും, സന്തോഷവാർത്ത അറിയിക്കാൻ. എന്ത് ചെയ്തില്ല? വലം യുഖാതിബുഹും ബിൽ ബിശാറ, നേരിട്ട് അല്ലാഹു തആല സന്തോഷവാർത്ത കൊണ്ട് അവരോട് സംസാരിച്ചില്ല. ഏതുപോലെ? മുകളിൽ നോക്കൂ, കമാ ഖാതബൽ കഫറത്ത, കാഫിരീങ്ങളോട് സംസാരിച്ചതുപോലെ. അതെന്താ കാരണം? തഫ്ഖീമൻ ലിശഅനിഹിം, അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്ന് പറയുന്ന വിഭാഗത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി. തഫ്ഖീമൻ ലിശഅനിഹിം, അവർ വലിയ ആൾക്കാരാണെന്ന് പറയാനും, വഈദാനൻ ബി അന്നഹും അഹിഖാഹു ബി അൻ യുബശ്ശറു, സന്തോഷവാർത്ത അറിയിക്കപ്പെടാൻ അവർ അർഹരാണ് എന്ന് അറിയിക്കാനും, ഔ യുഹന്നഉ ബിമാ ഉഇദ്ദ ലഹും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ച കാര്യം കൊണ്ട് അവരെ തഹ്നിയത്ത് ചെയ്യാനും അവർ അർഹനാണ് എന്ന് വളർത്താനാണ്. ശരി. വഖുലിയ ബുശ്ശിറ വബശ്ശിർ എന്ന അമ്രല്ല, വേറൊരു ഖിറാഅത്ത് ബുശ്ശിറ അലാ ബിനാഇൽ മഫൂലി, മജ്ഹൂലായിട്ടുണ്ട്. അതഫൻ അലാ ഉഇദ്ദത്തിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ട എന്ന് പറഞ്ഞല്ലോ. ബുശ്ശിറല്ലദീന ആമനു, കാഫിരീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്, കാഫിരീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്തീനാഫല്ല, അത്ഫല്ല, ഇസ്തീനാഫ്, കാഫിരീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടതാണ്. എന്നാൽ ബുശ്ശിറല്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് എന്തായിട്ടുണ്ട്? സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഫയകൂൻ ഇസ്തീനാഫ്. ബിഷാറത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത എന്ന അൽ ഖബറുസാർ. ഇന്നഹു യദ്ഹറു അസ്റു സുറൂരി ഫിൽ ബഷറത്തി. ഇനി ബിഷാറത്ത് എന്നിങ്ങനെ പറയാം. ബഷറത്ത് എന്ന് പറഞ്ഞാൽ ബഷറത്ത്, ബിഷാറത്ത്, ബുഷാറത്ത് എന്നൊക്കെ പറഞ്ഞാൽ തൊലി എന്നല്ലേ? അതെ, സന്തോഷം ഉണ്ടാവുമ്പോൾ അത് തൊലിപ്പുറത്ത് കാണും, മുഖത്ത് കാണും. വലിദാലിക ഖാലൽ ഫുഖഹാ, അതുകൊണ്ടാണ് ഫുഖഹാ പറഞ്ഞത് ബിഷാറത്ത് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷവാർത്ത അറിയിച്ചാൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ കൊടുക്കേണ്ടതുള്ളൂ. അൽ ബിഷാറത്ത് ഹുവൽ ഖബറു ലബുലു, ആദ്യ വാർത്ത. ഹത്താലു ഖാല റജുലു അബ്ദിഹി, അപ്പോൾ ഒരാൾ തന്നെ അടിമനോട് പറഞ്ഞു, മൻ ബശ്ശറനി ബി ഖുദൂമി വലദി, എൻ്റെ മകൻ വരുന്നുണ്ട് എന്ന് ആരെങ്കിലും എനിക്ക് സന്തോഷ വാർത്ത അറിയിച്ചാൽ അവൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞ അടിമകളോട്. അങ്ങനെ എല്ലാവരും കൂടി ഓരോരുത്തർ വന്ന് ഫഅഖ്ബറുഹു ഫുറാദ,
എന്തു ചെയ്യും? വേറെ വേറെയാണ് എന്തായത് വന്നതെങ്കിൽ അത്തിഖാവുലുഹും ആദ്യത്തെ ആളെ ഇത്തിഖാവുള്ളൂ. ഇനി പറഞ്ഞു മൻ അഖബറണി അത്തിഖു ജമീ എന്ന് പറഞ്ഞ ആര് പറഞ്ഞാലും ബഷറണി എന്ന് പറഞ്ഞില്ല, മൻ അഖബറണി എന്നാണ് പറഞ്ഞെങ്കിൽ അത്തിഖു ജമീയൻ എല്ലാവരും മോചിതരാകും. ഫബശ്ശിരുഹും ബി അദാബിൻ അലീം എന്നിങ്ങനെ സന്തോഷവാർത്തയാവുക എന്നൊരു ചോദ്യം, അത് തഹക്കുമാണ്, പരിഹാസിക്കാനും ഔ അലാ തരീഖത്തി ഖൗലിഹി അല്ലെങ്കിൽ കവി പറഞ്ഞില്ലേ ആ രീതിയിൽ പറഞ്ഞതാണ്. അവർക്കിടയിലാണ് തഹിയ്യത്ത് ദർബുൻ വജിയു, നല്ല വേദനിപ്പിക്കുന്ന അടിയാണ് എന്ന് പറഞ്ഞത്. അടിയെക്കുറിച്ച് തഹിയ്യത്ത് എന്ന് പറഞ്ഞില്ലേ, ഇത് പെട്ടതാണ്. അടുത്തത് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ സ്വാലിഹത്തിൻ്റെ എമ്മാണ്. സ്വാലിഹത്ത് കാരണം നന്നാകുന്നത് എന്നല്ല അർത്ഥം, ഇസ്മുഫായിലല്ല. പക്ഷേ ഇസ്മുഫായിൻ്റെ അർത്ഥമല്ല അവിടെ, ഇസ്മിൻ്റെ അർത്ഥം സൽക്കർമ്മം. സ്വലഹ നന്നായി, സ്വാലിഹത്ത് നന്നായവൾ, നന്നായത് എന്നല്ല ഇവിടെ അർത്ഥം, നല്ലത് എന്നാണ്. അത് സിഫാത്തിൽപ്പെട്ടതാണ്. അൽ ഗാലിബായ സിഫത്തില്ലേ, അതായത് ഇസ്മിയത്ത് ഗാലിബായ സിഫത്ത് അല്ലത്തി തജ്രി മജറൽ അസ്മായി, ഇസ്മുകളുടെ സ്ഥാനത്ത് വരുന്ന ഹസനത്ത് പോലെ. ഹസനത്ത് എന്ന് പറഞ്ഞാൽ പുണ്യം എന്നാണ് അർത്ഥം എന്നതുപോലെ. മുത്തയ്യത്ത് പാടിയ പാട്ടുണ്ട്, കൈഫൽ ഹിജാഉ, എങ്ങനെ ആക്ഷേപിക്കുക, ഒമാ തംഫക്കു സാലിഹത്തുൻ മിൻ ആലി ലഹ്മിൽ നിന്ന് ആല് ലഹ്മിനെ തൊട്ട് ഒരു സാലിഹത്തും ഒഴിവല്ല. ലഹ്റുൽ ഗൈബി തഅ്തീനി, ലഹ്റുൽ ഗൈബിൽ എനിക്ക് വരുന്ന ഒരു സാലിഹത്തും ഒഴിവല്ല. അവിടെ എന്ത് പോട്ടെ, മാന നോക്കട്ടെ, അവിടെ എന്ത് പറഞ്ഞു? സാലിഹത്തുൻ എന്ന് പറഞ്ഞു. സാലിഹത്ത് പറഞ്ഞ എന്താർത്ഥം? നല്ല കാര്യം. വഹിയമിനല്ല അമാലി, ഈ സാലിഹത്ത് എന്ന് പറഞ്ഞാൽ പദാർത്ഥം. എന്നാൽ അമലുകളെ കൂട്ടത്തിൽ സ്വാലിഹാത്ത് എന്താ? അമാലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഖുർആനിൽ പറഞ്ഞത് അമലു സ്വാലിഹാത്തി എന്നല്ലേ. ഈ അമാലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മാ സബ്ബഹു ശറഉ വഹസ്സനഹു, ശറഅ അനുവദിച്ചതും ഭംഗിയാക്കിയതും അഭിനന്ദിച്ചതും, അതാണ്. അതിന് സ്വാലിഹ് എന്ന് പറഞ്ഞാൽ, സ്വാലിഹത്ത് എന്ന് പറഞ്ഞാൽ അത് ഹസ്വലത്ത് എന്ന ഒരു തെവിയിലാണ്. അതൊരു ഹസ്വലത്താണ്. ഹസ്വലത്ത് മോനസല്ലേ, അല്ലെങ്കിൽ ഹല്ലത്ത് ഒരു കാര്യമാണല്ലോ എന്ന അടിസ്ഥാനത്തിലാണ് സ്വാലിഹത്ത് എന്നാണ്. സ്വാലിഹ അമൽ എന്ന് പറഞ്ഞാലും മതി, സ്വാലിഹത്തായ അമൽ എന്നും പറയാം. അപ്പോൾ ഈത്തിബാർ അനുസരിച്ച് മാറും. അമീലു സ്വാലിഹാത്തി, സൽക്രമങ്ങൾ ചെയ്തു പറഞ്ഞാൽ ഏത് സൽക്രമം? ജിൻസിൻ്റെ അലിഫിലാമാണ് സൽക്കർമ്മം എന്ന് പറയുന്നത്, അല്ലാതെ പ്രത്യേക സൽക്കർമ്മം എന്നല്ല, ജിൻസിൻ്റെ അലിഫിലാമാണ്. സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന ചോദ്യത്തിന് എന്താണ് മറുപടി? അതൊക്കെ, അഥവാ സാരി അനുവദിച്ചതും ഹസന് ഭംഗിയാക്കിയതും, അഥവാ മുബാഹ് പെടൂല എന്നർത്ഥം. മുബാഹിന് ഭംഗിയാക്കിയില്ലല്ലോ, ഹസന എന്ന് പറഞ്ഞില്ലല്ലോ, നല്ലത് എന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ വബശ്ശിരില്ലദിനാമനു വഅമിലു സ്വാലിഹാത്തി, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞ പോലെ സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് എന്തിനാ രണ്ടും കൂടെ പറഞ്ഞത്? അതോ അതിൻ്റെ കാരണം ഈ ശാശ്വതമായ സ്വർഗം കിട്ടുന്നത് ഈ രണ്ട് കാര്യം കൂടി കൂടിയിട്ടാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അത്തഫൽ അമല അലൽ ഈമാനി, അമലിന് ഈമാൻ്റെ മേൽ അത്തഫ് ചെയ്തത് മുറത്തബൻ തർത്തീബാക്കിയിട്ട് അമൽ ചെയ്തത്, അത്തഫ് ചെയ്തത് അല്ല, അങ്ങനെയല്ല, ഈമാൻ അത്തഫ് ചെയ്ത് മുറത്തബൻ ലിൽ ഹുക്മി, ഹുക്മിനെ തർത്തീബ് ചെയ്തതുകൊണ്ട്. എന്താ ഹുക്മ്? അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് സൽക്കർമ്മങ്ങളുണ്ട് എന്ന് ഹുക്മിനെ അതിൻ്റെ മേൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് അത്തഫ് ചെയ്തത് എന്തിനാ? ഇശ്ആറൻ, അറിയിക്കാനാണ്. എന്ന സബബ ഫിസ്തിഹാഖി ഹാദിഹിൽ ബിഷാറ, ഈ സന്തോഷ വാർത്ത അർഹിക്കുന്നതിൻ്റെ കാരണം മജ്മൂഉൽ അംറൈനി ബൈനൽ വസ്ഫൈനി, രണ്ട് കാര്യം ഒരുമിച്ച് കൂട്ടിയതാണ്. ബൈനൽ വസ്ഫൈനി, രണ്ട് വസ്ഫുകളെ ഒരുമിച്ച് കൂട്ടിയതാണ്. കാരണം ഈമാന് മാത്രം പോരാ, ഈമാന് ഉസ്സാണ്, തറയാണ്, അമല് അതിൻ്റെ മേലുള്ള കെട്ടിടാണ്. ലിഅന്നൽ ഈമാനല്ലദീഹു ഇബാറത്തിന് തഹഖീഖി വത്തസ്ദീഖ്, കാരണം ഈമാൻ കാരണം എന്താ? തഹഖീഖ് തസ്ദീഖ് എന്നാണ് പറഞ്ഞത്. ഹക്കാണെന്ന് വിശ്വസിക്കുക, സത്യമാണെന്ന് വിശ്വസിക്കുക, അത് ഉസ്സുൻ, അത് തറയാകുന്നുള്ളൂ. വല്ലഅമല സ്വാലിഹ കൽ ബിനാഇ അലൈഹി, സൽക്കർമ്മം തന്നെ അതിൻ്റെ മേലുണ്ടാക്കിയ ഒരു കെട്ടിടം പോലെയാണ്. വലാ ഗിനാഅ ബി ഉസ്സിൻ ലാ ബിനാഅ അലൈഹി, കെട്ടിടമല്ലാത്ത തറ കൊണ്ട് യാതൊരു കാര്യമില്ലല്ലോ.
അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുമ്പോഴൊക്കെ രണ്ടും കൂടി കൂട്ടിച്ചേർത്തി പറയുന്നത്. വലിദാലിക ഖല്ലമാ ദുക്കിറ മുഫ്രദീനി. ഏതായാലും ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ചില ആൾക്കാരുണ്ട്, ഈമാൻ്റെ ഭാഗമാണ് അമല് എന്ന് പറയുന്ന ആൾക്കാർ. അല്ല, ഈമാൻ എന്ന് വേറെ, അമലെന്ന് വേറെ. അമലില്ലെങ്കിലും ഈമാൻ ഉണ്ടാകും, മുഅ്മിനാകും. അതെങ്ങനെ കിട്ടി? അത്ഫ് ചെയ്തപ്പോൾ കിട്ടി. രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ അത്ഫ് ചെയ്യലില്ലല്ലോ. സെയ്ദ് വന്നു സെയ്ദും വന്നു എന്നറിയില്ലല്ലോ. അപ്പോൾ വഫീഹി ദലീലുൻ അലാ അന്നഹ ഖാരിജത്തുൻ അൻ മുസമ്മൽ ഈമാൻ. അമൽ ഈമാനിൽപ്പെട്ടതല്ല എന്ന് തെളിവുണ്ട് ഇതിൽ. കാരണം ഇതിൽ അസ്ലു നിയമം അന്നശീലായി മുത്തഫലാംസിഹി, ഒരു വസ്തുവിന് അതിന്മേൽ തന്നെ അത്ഫ് ചെയ്യൂല, മുഗായറത്ത് വേണമെന്നാണ്. വമാഹു ദാഖിൽ ബിഹി, അതിൽ ഉൾക്കൊള്ളുന്ന സാധനത്തെയും അതിൻ്റെ മേൽ എന്ത് ചെയ്യൂല, അത്ഫ് ചെയ്യൂല. അത് മനുഷ്യനാണ്, കയ്യുമാണ് എന്ന് പറയാൻ പറ്റൂല, കാരണം കയ്യ് മനുഷ്യൻ്റെ ഭാഗമാണ്. ഇനി അന്നലഹും അവർക്കുണ്ട് എന്ന്, അന്നലഹും എന്ന് പറഞ്ഞാൽ ബി അന്നലഹും എന്ന് ബാഗ് ജെറിൻ്റെ അറഫ് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജെറിൻ്റെ അറഫ് കളഞ്ഞിട്ട് അത്ഫ് ചെയ്തതാണ്. മൻസൂബും ബിനസിൽ ഹാഫിദ്, അന്നലഹും എന്നുള്ളതാണെങ്കിൽ മൻസൂബാക്കാൻ ഹാഫിദാണ് ജെറിൻ്റെ അറഫിനെ കളഞ്ഞിട്ട് ഇഫ്ലായിൽ ഫീലി ഇലേക്ക് ഇങ്ങോട്ട് ഫീലിനെ നേരിട്ട് എന്ത് ചെയ്തു, ബഷീർ എന്ന ഫീലിലേക്ക് അങ്ങ് ചേർത്തു. ബഷീർ എന്ന ഫീലിനെ അന്നലഹും എന്നതിലേക്ക് നേരെ അങ്ങ് ചേർത്തു. അല്ലെങ്കിൽ ജറാന്ന് വെക്കുക, അന്നലഹും എന്നുള്ളതിനെ മഹല്ല് ജറാണ് ബിമാലിഹി, അതിനെ കളഞ്ഞേക്കല്ല, സങ്കല്പിക്കാം. നസുൽ ഹാഫിദാണ് അതിന് കളയാന്നാണ്, അപ്പോൾ കളയുന്നില്ല, സങ്കല്പിക്കേണ്ടതായിട്ട്. അള്ളാഹിൽ അഫലന്ന എന്ന് പറയാം, അള്ളാഹൽ അഫലന്ന എന്ന് പറയാലോ. ജന്നത്ത് എന്ന് പറഞ്ഞാൽ ജന്നിന്ന് പോകുന്നതാണ്, ഒറ്റ ജന്ന്. എന്താ ജന്നഹു എന്ന് പറയും. എപ്പോഴാണ് ജന്നഹു എന്ന് പറയുക? ശത്രു സാധനത്തിന് മറിച്ചാൽ ജന്നഹു എന്ന് പറയും. കാരണം ജന്ന് എന്ന വാക്കിൻ്റെ തെർക്കീബ് മറക്കൽ എന്നാണ് അർത്ഥം. അപ്പോൾ മദാറു തെർക്കീബി, ഈ തെർക്കീബിൻ്റെ അടിസ്ഥാനം അലസത്തിരി മറക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ സ്വർഗത്തിൽ തോട്ടങ്ങളുണ്ട് എന്നുള്ളതിന് മരത്തിന് നമ്മൾ ജന്നത്ത് എന്ന് പറയാറുണ്ട്. എന്താ കാരണം? നേൽ നൽകുന്ന മരം സുമ്മിയ ബിഹ ഷജറത്തുൽ മുദല്ലിലും ഇൽത്തിഫാഫി അവസാനിഹി, അതിൻ്റെ കൊമ്പുകളൊക്കെ പരസ്പരം ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ മുബാലകത്തിന് വേണ്ടി തസ്മിയത്ത് ചെയ്തതാണ്. എന്താ കാരണം? കാന്നഹു യസ്തുറമാ തഹത്തഹു, ഇങ്ങനെ ഇലകയും കൊമ്പുകളും പരസ്പരം ചേർന്ന് നിൽക്കുന്ന മരം അതിൻ്റെ താഴെയുള്ള സ്ഥലത്തൊക്കെ മറക്കുമല്ലോ. സുത്രത്തൻ വാഹിദൻ, ഒറ്റ മറയായിട്ട്, സുത്രത്തൻ വാഹിദൻ ഒറ്റ മറയായിട്ട് എന്ത് ചെയ്യും, മറക്കല്ലോ. ഈ കൊമ്പുകളെല്ലാം കൂടെ കൂടി എനിക്കൊരു കുട മാതിരി ആയില്ലേ, അപ്പോൾ ഒറ്റ മറയായി. അപ്പോൾ ജന്നത്ത് തോട്ടം. ഒരു പാട്ടിലുണ്ട്, കാൻ ഐനയ്യഫി അറബിയ്യ മുഖ്തലത്തിൻ മിൻ നവാദിഹി തസ്കി ജന്നത്തൻ സുഖ. അവിടെ തസ്കി എന്ന് പറഞ്ഞാൽ അത് കുടിപ്പിക്കുന്നു, ജന്നത്തൻ തോട്ടത്തിന്, മരത്തിന്, സുഹക്കൻ എന്ന്. അപ്പോൾ അവിടെ ജന്നത്തൻ സുഖം എന്ന് പറഞ്ഞതാണ് നമ്മുടെ വിഷയം. അവിടെ മരം എന്നാണ് അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ഐ നഹ്ലൻ ത്രിവാലൻ, സുഹക്കം എന്ന് പറഞ്ഞാൽ നീണ്ട മരം എന്നാണ് നഹ്ലൻ. ജന്നത്തൻ, അപ്പം ജന്നത്ത് എന്നുള്ളതിന് ഈത്തപ്പന എന്ന അർത്ഥത്തിന് ഉപയോഗിച്ചു. അപ്പോൾ അത് നിറയെ പട്ടകളൊക്കെ ഉണ്ട്, താഴേക്കത് മറച്ചിട്ടുണ്ട് ആകാശത്തിൻ്റെ തൊട്ട്. അപ്പോൾ ആദ്യം മരത്തിനാണ് ഉപയോഗിച്ചത്. സുമിയ ബിഹ ഷജറത്തുൽ മുദല്ലിലും, നീൽ നൽകുന്ന മരത്തിന്, തണൽ നൽകുന്ന മരത്തിന്. സുമൽ, പിന്നെ തോട്ടം എന്നായി. കാരണം ഇമാഫിഹിമിന് ലശ്ചാരിൽ മുത്തക്കാസിബത്തിൽ മുദല്ലില, കാരണം തോട്ടത്തിൽ തിങ്ങിയ നീൾ നൽകുന്ന ധാരാളം മരങ്ങളുണ്ടാവുമല്ലോ. ഇപ്പം അതുമല്ല കേട്ടോ അർത്ഥം. അനഹും ജന്നാത്ത് എന്ന സുമദാറുസ്തവാബി, ഇപ്പോൾ പ്രതിഫല വീട്, സ്വർഗം എന്നാണ് അർത്ഥം. ലിമാ ഫിഹാബിൻ അടിച്ചിനാനി, കാരണം അതിൽ നിറയെ മരങ്ങളുണ്ടാകും, തോട്ടങ്ങളുണ്ടാകും. അവർ മറക്കൽ എന്നുള്ള അർത്ഥം അതിൽ വരണം, അതിൻ്റെ ആ മദാർ അങ്ങനെയാണ്. വേറെ അഭിപ്രായം സുമി വിദാലിക്കിനി അന്നഹ സത്തറ ഫിദ്ദുന്യ, ദുന്യാവിൽ എന്തായിട്ടുണ്ട്, അത് മറച്ചിട്ടുണ്ട്. മാ വൈദ്യ ഫിഹാരിൽ ബഷരി, ആ സ്വർഗത്തിൽ മനുഷ്യന്മാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കാര്യങ്ങളെ മിനഫ്നാനിനിയാമി, വ്യത്യസ്തമായ നിയമത്തുകളിൽ നിന്ന്. അതുകൊണ്ടാണ് സ്വർഗത്തിന് എന്തായത് ജന്നത്ത് എന്ന് പറയാൻ കാരണം. ഇവിടെ ദുന്യാവിൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് മറക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞില്ലേ, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയ്യുനിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ജന്നാത്തിൻ എന്ന് പറഞ്ഞു, അൻലഹും ജന്നാത്തിൻ, അവർക്ക് തോട്ടങ്ങളുണ്ട്. എന്തിനാണ് അതിനെ നെക്കിറയാക്കി ജമ്മാക്കിയത്? കാരണം പല ഐറ്റം തോട്ടങ്ങളുണ്ട്. ഓരോ തോട്ടത്തിലും പല മർത്തബകളും ദറജത്തുകളും ഉണ്ട്. അതിനു വേണ്ടി തൻവീൻ കൊടുത്തത് ദറജകളെ, നൗഇന, പല വിധത്തിലുള്ള പല തോട്ടങ്ങളുണ്ട്. ആ അർത്ഥം രണ്ടും കിട്ടുന്നുണ്ട് ജന്നാത്തി.
നോക്കൂ, ജമ്മാക്കിയത് നെക്കറയാക്കിയതും ലഅന്നൽ ജിനാന അലാ മാ ദക്കറഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സബഉൻ ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തു അദ്ൻ, ജന്നത്തുൻ നഈം, ദാറുൽ ഖുൽദ്, ജന്നത്തുൽ മഅവാ, ദാറുസ് സലാം, ഇല്ലിയൂൻ. അല്ലാഹു അതിലൊക്കെ നമ്മൾ പ്രവേശിപ്പിക്കട്ടെ. അപ്പോൾ ഇനി ജമ്മാക്കിയതിന് വേണ്ടിയാണ്. എന്തിനാണ് നെക്കിറാക്കിയത്? തൻവീഹിന് വേണ്ടി. എന്താ തൻവീഹ്? വഫീ കുല്ലി വാഹിദത്തും, പിന്നെ ഓരോന്നര സ്വർഗത്തിലുണ്ട് മറാത്തിബു വ ദറജാത്ത് മുതഫാവിദത്തുൻ അലാ ഹസ്ബി തഫാവുത്തിൽ അഅമാലി വൽ ഉമ്മാൽ. അമലിൻ്റെയും അമൽ ചെയ്യുന്നവരുടെയും വ്യത്യാസം അനുസരിച്ചിട്ട് വ്യത്യസ്തമായ പദവികളുണ്ട്. അന്ന ലഹും ജന്നാത്തിൻ തജ്രി എന്ന് പറഞ്ഞപ്പോൾ ഈ ലഹും എന്നതിനാ ബശ്ശിരില്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന ലാമ് എന്തിനാണ്? ഇസ്തിഹഖാഖിൻ്റെ ലാമാണ് എന്നർത്ഥം, അല്ലാതെ മിൽക്കിൻ്റെ ലാമല്ല. അപ്പോൾ ലാം അറിയിക്കുന്നതിന് ഇസ്തിഹഖാഖിഹിം ഇയ്യാഹ, ഈ സ്വർഗത്തിന് അവർ അർഹരായത് ലി അജ്ലിമാ യത്രത്തബു അലൈഹി മിനൽ ഈമാനി വൽ അമലി സ്വാലിഹീൻ, അവർ ചെയ്ത ഈമാന് അമലിൻ്റെ കാരണത്തിന് വേണ്ടിയാണ് എന്നറിയിക്കുന്നുണ്ട്. അല്ലാതെ ലാലി ദാത്തിഹി, അല്ലാതെ വിദ്ദാത്ത് എന്തല്ല അവരതിൽ അർഹരൊന്നും. അമലു സാലിഹാത്ത് ചെയ്താൽ അന്ന ലഹും, അതിൻ്റെ പേരിൽ അവർ അർഹരായിത്തീരുന്നു ജന്നാത്തിൻ തജ്രി എന്ന്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു നാഫിയായ ഇൽമ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ഫഹമും ഹിഫ്ളും നൽകട്ടെ. അള്ളാഹു പാപങ്ങൾ പുറത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.